പെണ്ണാണെന്നുള്ള ലിമിറ്റേഷൻ ആണ് ഫസ്റ്റ് എനിക്കൊരു ജേണി ഹാർഡായിട്ട് ഫീൽ ചെയ്തത്. വീണ് പോയെന്ന് വെച്ചാൽ ചെറിയ വീഴ്ചയൊന്നും അല്ലായിരുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ പോയി ഡൗൺ ആവും, ഡിപ്രഷൻ വരും, കരയും. ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ കം ബാക്ക്. എന്ത് വന്നാലും ആൾക്കാർ പറയും എന്നുള്ള കാര്യമാണ് ഡിഫോൾട്ടായി. ഇപ്പം നന്നായിരുന്നാലും പറയും, നശിച്ചാലും പറയും. ഇറ്റ് വാസ് വെരി ഹാർഡ്. പിന്നെ ഞാനത് മനസ്സിലാക്കി, എന്തിന് നാട്ടുകാരെ നോക്കി ജീവിക്കണം, നമുക്ക് ഈ സാധനം വരുമല്ലോ, നമ്മൾ മനുഷ്യരല്ലേ, തിരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ദം ബാർക്ക് എന്നുള്ള രീതിയിൽ അങ്ങ് വിടാന്നുള്ളതാണ്. അവർക്ക് വെറുതെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്ന മെസ്സേജ് ഇട്ടാൽ മതി. പക്ഷെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഒന്ന് നടക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന മാറ്റം, അത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും. ദാറ്റ് വിൽ ഫിക്സ് യുവർ മൈൻഡ്. അല്ലാണ്ട് വീട്ടിലിരുന്ന് ആണുങ്ങളാണെങ്കിൽ സിഗരറ്റും വലിച്ച് കള്ളും കുടിച്ച് അതല്ല നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ്. നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സമയവും ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ബോഡി ബിൽഡിംഗ് മേഖലയിൽ ശ്രീയ ഇപ്പോൾ വളരെ ഒരു അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. ഒരു ഓൾ ഇന്ത്യ ലെവലിലൊരു ബോഡി ബിൽഡർ എന്നുള്ള നിലയ്ക്ക് ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. മിസ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു അംഗീകാരമുണ്ട്. ആ യാത്ര എങ്ങനെയാണ് ഒന്ന് നോക്കി കാണുമ്പം എങ്ങനെ പറയാനാണ് ശ്രീയക്ക് താല്പര്യം? അത് ജേണി എന്ന് പറയുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എളുപ്പത്തിൽ തോന്നും. പക്ഷേ ജേണി വാസ് വെരി ഹാർഡ്. ഭയങ്കര ടഫെന്ന് തന്നെ പറയാൻ പറ്റും. ബിക്കോസ് ഫസ്റ്റ് തിങ്, എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും പെണ്ണാണെന്നുള്ള ലിമിറ്റേഷൻ ആണ് ഫസ്റ്റ് എനിക്കൊരു ജേണി ഹാർഡായിട്ട് ഫീൽ ചെയ്തത്. അറ്റ് ദ സെയിം ടൈം പിന്നെ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു വരുമ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ കമ്മ്യൂണിറ്റി മാറ്റേഴ്സ് എ ലോട്ട്. ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പം അവിടെ നിന്നും എനിക്ക് ഇതിന് വേണ്ടി, ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട്, ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തത് ഭക്ഷണം തൊട്ട് എൻ്റെ ടൈം തൊട്ട് എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി വരെയുള്ള മാറ്റങ്ങളും ജേണിയും, പിന്നെ അതുപോലെ സമൂഹം, സോഷ്യൽ മീഡിയ. അപ്പം അങ്ങനത്തെ നമ്മൾ ഫിസിക്കലി നമ്മൾ ഒരുവിധം ഫിറ്റായി വരുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ഡൗൺ ആകുന്ന ഒരു ജേണിയും ഞാൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ സത്യം പറഞ്ഞാൽ തളർന്നു പോയില്ല എന്നുള്ള കാര്യമാണ്. നമുക്ക് ഡിപ്രഷൻ വരും. നമ്മൾ ചിലപ്പോൾ 2 ദിവസമൊക്കെ വീട്ടിലിങ്ങനെ ഓഫായിട്ടൊക്കെ കിടക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ കമൻറ്റിലൂടെ തന്നെ നമ്മൾ ഹേർട്ട് ചെയ്യിപ്പിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. ഭയങ്കര ബോൾഡായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും കമൻസുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആവാറുണ്ട്. എൻ്റെ ഡേ മോശമാവാറുണ്ട്. ഒരു ഡേ ഒന്നുമില്ല, 1-2 days ഒക്കെ ഞാനിങ്ങനെ ഓഫായിട്ട് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് ആൾക്കാരെ മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് എന്തോ നമുക്ക് വിഷമം വരാതിരിക്കാൻ പറ്റുമോ? അപ്പം പക്ഷേ അതൊക്കെ ചാലഞ്ചിങ് ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യാൻ, ഞാൻ മെൻ്റലി എനിക്ക് ആരെയും മോട്ടിവേഷൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. ഡൗൺ ആവും, ഡിപ്രഷൻ വരും, കരയും. ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ കം ബാക്ക്. അപ്പം ആ കംബാക്കിൻ്റെ അത്ര അല്ലെങ്കിൽ ആ ഫയർ ആയിരിക്കാം മേ ബി ഇത്രയും അച്ചീവ്മെൻറ്റ്സിൽ എനിക്ക് എത്തിച്ചേരാൻ സമ്മതിച്ചത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആണുങ്ങളുടെ ഒരു മേഖലയാണല്ലോ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ. അപ്പം കേരളത്തിൽ ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്ത് ഇറങ്ങിയപ്പം അതിനായിട്ടുള്ള ക്രിറ്റിസിസവും പിന്നെ അംഗീകാരവും കുറച്ചൊക്കെ കുറവായിരുന്നു ആദ്യം തുടങ്ങിയ സമയത്ത്. ഇപ്പം അത് ആക്ച്വലി സ്പീക്കിംഗ് സോഷ്യൽ മീഡിയയുടെ മാർക്കറ്റിംഗ് തന്നെ എന്ന് പറയാം. ബിക്കോസ് ഞാൻ തുടങ്ങിയ സമയങ്ങളൊന്നും സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവ് ആയിരുന്നില്ല. ലോക്ക്ഡൗണിന് മുമ്പായിരുന്നു, ഈ കൊറോണയുടെ കാലം മുമ്പായിരുന്നു ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്തത്. പക്ഷേ കൊറോണ കഴിഞ്ഞ സമയത്താണല്ലോ കുറച്ചും കൂടെ ആൾക്കാർ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഭയങ്കര, ഫേസ്ബുക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓൺലൈൻ സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ വാസ്റ്റായി വളർന്നത് കേരളത്തിൽ കൊറോണയ്ക്ക് ശേഷമായിരുന്നു. അപ്പം അപ്പോഴാണ് അംഗീകാരം. ആ കൊറോണ ടൈം പീരീഡ് ഞാൻ യൂട്ടിലൈസ് ചെയ്ത, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത, അത് വെരി ജെനുവിൻലി ഇൻവെസ്റ്റ് ചെയ്ത സമയങ്ങളാണ്. ആൾക്കാർക്ക് വേണ്ടി ഫ്രീ ഫിറ്റ്നസ് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പീപ്പിൾ സ്റ്റാർട്ടഡ് എന്നെ അറിയാൻ തുടങ്ങി. അപ്പം നോക്കിയപ്പോൾ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു. പിന്നെ അത് കാരണം എനിക്ക് വന്ന നേട്ടങ്ങൾ. അപ്പം ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു എന്താ പറയുക കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ ഒരു പാഷനിൽ നമ്മൾ ഫോക്കസ് ആവുമ്പം, അത് എന്ത് കാര്യം ചെയ്യുന്നു അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചീവ് ആവുമെന്ന് പറയുമല്ലോ. ആ എസൻസ് എനിക്ക് കിട്ടിയത് മേ ബി അതുകൊണ്ടായിരിക്കാം. കൊറോണ എല്ലാവർക്കും ഫോൾ ആയിരുന്നു കൊടുത്തിരുന്നത്, ഫിനാൻഷ്യലിയും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനും ഒക്കെ ഫോൾ ആയിരുന്നു. പക്ഷെ എനിക്ക് നേട്ടം തുടങ്ങിയത് കൊറോണ തൊട്ടായിരുന്നു. ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യമായിരുന്നു അതെ, അത് തൊട്ടായിരുന്നു. ബിക്കോസ് ആ സമയത്തായിരുന്നു ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ ഫ്രീ ട്രെയിനിങ് കൊടുത്തത്. അപ്പോൾ അതിൽ കൂടെ എനിക്ക് പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കേഷൻ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കുറേ സർട്ടിഫിക്കേഷൻസ് ഒക്കെ, നിയർലി 5-6 സർട്ടിഫിക്കേഷൻ. ആരും ചോദിക്കുന്നില്ല, ഇപ്പോഴാണെങ്കിലും ആൾക്കാർ ചോദിക്കുന്നില്ല സർട്ടിഫിക്കേഷൻ ഉണ്ടോ, സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിക്കാറില്ല. പക്ഷേ ആൾക്കാർ നോളജ് ഷെയർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആയിട്ട് ഷെയർ ചെയ്യണം. ലിറ്റിൽ നോളജ് ഇസ് ഡേഞ്ചറസ് എന്നാണല്ലോ. അപ്പം അത് കാരണം ഞാൻ അപ്ഡേറ്റഡ് മൈസെൽഫ്. അപ്പം ഒരു നല്ല ട്രെയിനിങ് ഒറ്റ ക്ലാസ്സിലാണ് തുടങ്ങിയത്. ഒറ്റ ക്ലാസ്സിൽ തുടങ്ങിയപ്പം എനിക്ക് സ്ലോട്ട് ഇല്ലാണ്ടായി. അങ്ങനെ എനിക്ക് ക്ലാസ്സസ് കൂടി വന്ന് ജിം ഇടണമെന്നായിരുന്നു ആഗ്രഹം ആ സമയത്ത്.
പക്ഷെ ലോക്ക്ഡൗൺ സമയത്ത് ജിമ്മുകളൊക്കെ പൂട്ടുന്ന സമയമായിരുന്നു. എപ്പോൾ തുറക്കും അല്ലെങ്കിൽ എപ്പോൾ പൂട്ടിപ്പിക്കും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ ഗ്രോത്ത് ഒരു കാർ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പം മേ ബി ഞങ്ങളുടെ ഏരിയയിൽ തന്നെ, കുടുംബത്തിൽ തന്നെ ഏറ്റവും വലിയ കാർ വാങ്ങിക്കുന്നത് ഞാനാണ്. അപ്പം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്നെ ഹാപ്പിയാക്കി. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ആ സമയത്ത് വീട്ടിലൊരു ഹോം ജിം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായി. ആൾക്കാർ ചോദിച്ചു വരുമ്പോൾ വർക്കൗട്ടൊക്കെ കാണിച്ചു കൊടുക്കണം, വൺ തിങ്. പിന്നെ വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്യണം എന്നൊക്കെയായിരുന്നു. അപ്പം എൻ്റെ വീട് 1 സെൻറ്റാണ് വീട് ഇപ്പോഴും. അപ്പം അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി വീട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പം ആൾക്കാർ രണ്ടും കൂടി വരുമ്പം വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേഴ്സണൽ ട്രെയിനിങ് സ്റ്റുഡിയോ ആയിട്ട് ചെയ്യാം, ഇത്രയും വലിയ ജിം സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. ബിക്കോസ് കറണ്ട് ബില്ല്, റെൻറ്റ്, ഇതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുഞ്ഞു സ്റ്റുഡിയോ സെറ്റപ്പ് നോക്കാം എന്നുള്ള രീതിയിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിന് താഴെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ റെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്ഥലം നോക്കാം. പിന്നെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് നോക്കിയപ്പോൾ ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ 2700 സ്ക്വയർ ഫീറ്റാണ് ഈ ജിമ്മ്. അത് ചെയ്തപ്പം നോക്കി വന്നപ്പം കൈ പൊള്ളും എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. റിസ്ക് എന്നൊക്കെ പറയുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം ഞാൻ മനസ്സിലാക്കിയത്, നേരത്തെ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ആവശ്യം 10,000 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ 10,000 റുപ്പീസിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ EMI ഒരു 10,000 രൂപയാണെങ്കിൽ ഞാൻ 10,000 രൂപയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇപ്പം എൻ്റെ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ 2.25 ലക്ഷം രൂപയാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യും. ആൻഡ് ടച്ച് വുഡ്, ദൈവം സഹായിച്ച് സോഫാർ ഇപ്പം ജിമ്മ് തുടങ്ങി 1.5 വർഷമായി. ഇതുവരെ എനിക്ക് ടേൺ ഓവർ എന്നുള്ള ടെൻഷൻസ് ഉണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ നമ്മൾ അതിന് വേണ്ടി, ഫോക്കസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് കാരണം, പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് കാരണം ആൾക്കാർ റെഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നുണ്ട്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ശ്രേയ പറഞ്ഞതാണ് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ഈ സർവൈവ് ചെയ്യുക 2 രീതിയുണ്ട്. ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളിന് പെട്ടെന്ന് വീണും പോവാം. ചിലര് സെൻസിറ്റീവ് എത്രത്തോളം ആവോ അവര് സ്വയം കയറി വരികയും ചെയ്യും. രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടാ ഞാൻ. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, ഒറ്റയ്ക്ക് മാത്രമായിരുന്നു ഫൈറ്റ്? ഒറ്റയ്ക്ക് മാത്രം എന്ന് വെച്ചാല് മെന്റൽ സപ്പോർട്ട് ചെയ്യാൻ പേരൻസ് ഉണ്ടായിരുന്നു. വീണ് പോയ സമയത്ത് പേരൻസ്, അമ്മയുടെ വാക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ബിക്കോസ് ഞാൻ എന്റെ മകളെ തിരിച്ചു വേണം എന്ന് പറഞ്ഞ വെച്ചാൽ, വീണ് പോയെന്ന് വെച്ചാൽ ചെറിയ വീഴ്ചയൊന്നും അല്ലായിരുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ പോയി. പിന്നെയും നമ്മൾ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്നതല്ലല്ലോ. റിലേഷൻഷിപ്പ് പുറത്തു വന്നാൽ നാട്ടുകാരുടെ ഒരു ഫയറിങ് ഒരു സാധനം ഉണ്ടല്ലോ, അത് പേടിച്ച് ജീവിക്കുന്ന അവരുടെ വേർഡ്സ് ഒക്കെ ഭയങ്കര ഹാർഷായിരുന്നു, സിമ്പിൾ അല്ലായിരുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു റിസ്കി റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റും. പക്ഷേ എന്തോ നമ്മൾ പുറത്തു വരുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ ആൾക്കാർ കയറി പോകുന്നത് ഒരു ചെറിയ സ്പേസ് അല്ല അവരെടുക്കുന്ന, വലിയ സ്പേസാണ് എടുക്കുന്നത്. അതായത് എന്താ പറയുക, നമ്മൾ ചത്തവരെ വീണ്ടും വീണ്ടും കൊല്ലുക എന്ന് പറയുമല്ലോ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ഹാർഡ്. പിന്നെ ഞാനത് മനസ്സിലാക്കി, എന്തിന് നാട്ടുകാരെ നോക്കി ജീവിക്കണം. ബിക്കോസ് ഇപ്പം ഞാൻ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. റിലേഷൻഷിപ്പിലൊക്കെ നടന്നപ്പം പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ആരും എനിക്ക് 5 രൂപ കൊണ്ട് തന്നിട്ടില്ല. വെരി ഫ്യൂ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ മൈൻഡ് സെറ്റ് നമ്മളെ മോൾഡ് ചെയ്യാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായി. എന്നാൽ പോലും നമ്മൾ കാണാതിരിക്കത്തില്ലല്ലോ. എത്രയെന്ന് പറഞ്ഞ് നമുക്ക് റിസർവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാനൊരു മീഡിയ പേഴ്സണാലിറ്റി, ടെലിവിഷൻ ആങ്കറായിരുന്നു. അപ്പം മീഡിയ പേഴ്സണാലിറ്റി ആകുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ഞാൻ ഒഴിവായി നിന്നിട്ടുണ്ട് കേട്ടോ. 1 ഇയർ ഒക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റും ഇതൊന്നും ഇല്ലാണ്ടൊക്കെ ബ്ലാക്ക് ഔട്ടായി നിന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ഇപ്പം ഞാൻ ആലോചിക്കും. പക്ഷേ ഐ വേസ്റ്റഡ് ദാറ്റ് തിങ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ബിക്കോസ് എന്ത് വന്നാലും ആൾക്കാർ പറയും എന്നുള്ള കാര്യമാണ് ഡിഫോൾട്ടായി. ഇപ്പം നന്നായിരുന്നാലും പറയും, നശിച്ചാലും പറയും. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ 3 ഇയേഴ്സ് ബാക്ക് കല്യാണം കഴിച്ചായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഇതൊക്കെ എത്ര നാളില്ല, ഇതൊക്കെ എപ്പോൾ പൊളിയും. സോ അപ്പം ആ വീഡിയോ ഇടുന്ന സമയത്തും എൻ്റെ പാസ്റ്റ് റിലേഷനാണ് ആൾക്കാർ ചോദിക്കുന്നത്. എത്രയോ വർഷം മുമ്പുള്ളതാണ്. സ്റ്റിൽ ഐ ഡോണ്ട് നോ. ഇപ്പം എനിക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആർട്ടിക്കിളിൽ തന്നെ ഒരു ഇത് വന്നിട്ടുണ്ടായി. അപ്പം അവരുടെ ഓൺലൈൻ സൈറ്റിൽ അവരത് പോസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ താഴെയും വന്ന് കമൻറ്റ്, ഇത് മറ്റേ ഇതിൻ്റെ ഇതല്ലേ, എന്തിനാണ്. ബട്ട് ആൾക്കാർ പറയുന്നവർ പറയും. പക്ഷെ ഇതൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല, നമുക്ക് ഈ സാധനം വരുമല്ലോ, നമ്മൾ മനുഷ്യരല്ലേ, തിരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ദം ബാർക്ക് എന്നുള്ള രീതിയിൽ അങ്ങ് വിടാന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ എനിക്കൊരു പിന്നെയും മൈൽ സ്റ്റോണിലോട്ട്, ഫ്രണ്ടിലോട്ട് പോകാൻ, ഇനിയും സക്സസ്ഫുൾ ആവണം എന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ ഡിഫോൾട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം, ഒറ്റയ്ക്കാണെങ്കിലും സ്ട്രോങ് ആയിട്ട് ജീവിക്കണം. അതായത് എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വയസ്സാവും തോറും നമ്മൾ ഫിനാൻഷ്യലി ചിലപ്പോൾ നമുക്ക് ഇപ്പം ഓടുന്ന പോലെ അപ്പം ഓടാൻ പറ്റത്തില്ലായിരിക്കും.
ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം. ലക്ഷറി ലൈഫ് അല്ല നമുക്ക് വേണ്ടത്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സന്തോഷത്തോടെ നമുക്ക് ഞാൻ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ലക്ഷറി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുമ്പോൾ മെനു കണ്ടിട്ട് അത് വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അതാണ് ലക്ഷറി ലൈഫ്. അല്ലാണ്ട് ഈ പോഷ് കാർ അല്ലെങ്കിൽ പോഷ് ഡ്രസ്, ബ്രാൻഡഡ് ഷൂസ്, ഇതൊന്നും അല്ല. അപ്പം നമ്മൾ അതിന് വേണ്ടി എയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനുള്ളത് ദൈവം കൊണ്ട് തരുമായിരിക്കും. നമ്മൾ അതിനുള്ള എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു വന്നാണ് ഒരു നമ്മുടെ ചുറ്റുപാട് സമൂഹം എന്ന് പറയുന്ന ഒരു സംഭവം. ഈ പെൺകുട്ടികളുടെ ലൈഫ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ എക്സ്പെഷ്യലി ഇപ്പോൾ ശ്രീയ കടന്നു വന്നത് ആ ഒരു ജനറലിൽ നിന്നിട്ടാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെയൊക്കെ വളർച്ചയിൽ അല്ലെങ്കിൽ അവരെ തകർക്കുന്നതിൽ നമ്മുടെ സമൂഹം അനാവശ്യമായി പങ്കുവഹിക്കുന്നു തോന്നിയിട്ടില്ലേ? ഒത്തിരി ഉണ്ട്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ഇപ്പൊ ഗൈസ് ആണെങ്കിലും തെറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ന്യൂസ് അങ്ങ് താഴും. ഗൈസിന്റെ ഒക്കെ ആണെങ്കിൽ അപ്പൊ പറയുമായിരിക്കും, ചിലപ്പം ആ സ്റ്റണ്ട് അങ്ങ് മാറും. പിന്നെ ആണെന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. എന്ത് ചെയ്താലും ആണല്ലേ എന്നുള്ളൊരു കാറ്റഗറി. അത് ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, ആരും ഒഫൻഡ് ആവാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യം ഇതാണ്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ വന്നു, പബ്ലിക്കലി അറിയുന്ന റിലേഷൻഷിപ്പ്, അടുത്തൊരു റിലേഷൻഷിപ്പ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പൊ അത് ആ സമയത്തും പിന്നെയും ഈ സാധനം എന്തിനാണ് എടുത്തിരുന്നത്? ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്നെ കുറിച്ച് പറയുന്നത് മാത്രമല്ല, ഞാൻ പല പെൺപിള്ളേർ എൻ്റെ സർക്കിളിൽ തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഇതാണ്. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അവർ ഫോട്ടോ ഇടുന്നുണ്ടാവും. അവർ ഫ്യൂച്ചറിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ടാവില്ല. ആൾക്കാർക്ക് അറിയുമല്ലോ റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിൽ പോലും. വേറെ റിലേഷൻഷിപ്പ് എടുത്ത് കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ സ്റ്റിൽ ദേ ഈ ഫോട്ടോസ് ഇടുക. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരത്തി കൊച്ചുമായിട്ട് നിൽക്കുന്ന കൊച്ചുമായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഷെയർ ചെയ്തപ്പം അപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് അവരുടെ പഴയ റിലേഷൻഷിപ്പിന്റെ ഫോട്ടോസും കാര്യങ്ങളും. അത് ഒരു സംഭവമുള്ള ഒരു സത്യമാണ്. നമ്മളൊരാളിനെ ഇങ്ങനെ ഒരാളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു വാർത്തയുടെ താഴെ ചെന്ന് ഒരു പോസ്റ്റ് കമന്റ് ഇങ്ങനെ ഇടണമെങ്കിൽ ഒരു നേരാവണ്ണം ജീവിക്കുന്ന ഒരു വ്യക്തി അത് ചെയ്യില്ല, ഉറപ്പാണ്. കാരണം ഒരുപാട് വീഴ്ചകളുള്ള, മറ്റുള്ള ആളിന്റെ ലൈഫിൽ ഒരുപാട് അസഹിഷ്ണുതയുള്ള ഒരു വ്യക്തി മാത്രമേ അത്തരം സംഭവങ്ങളിലേക്ക് ഇങ്ങനെ ചെയ്യുള്ളൂ. പേഴ്സണൽ സ്പേസിൽ കയറി പോകുമ്പം നമ്മൾ ആലോചിക്കുക അവരുടെ ക്യാരക്ടർ എത്രത്തോളം ഉണ്ട്. ഞാൻ ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന എത്രയാണ്, അതായത് ബാക്കിയുള്ളവരുടെ ഗ്രോത്ത്, വളർച്ച കാണുന്ന സമയത്ത് അവരെ താത്തി പറയുക. അപ്പൊ അത് അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഞാനിപ്പം അത് ഓവർകം ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആ പറയുന്ന സമയത്തുള്ള ഒരു വിഷമം ഉണ്ടല്ലോ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ദാറ്റ് ഇസ് മോർ ദാൻ വി എക്സ്പെക്ട്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം എനിക്കൊക്കെ അത് പുറത്തോട്ട് വരാനായി സ്ട്രഗിൾഡ് അല്ല. സ്റ്റിൽ ഇപ്പോഴും ഒരു കമന്റ് കണ്ടാലും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 2 ദിവസം ഒന്നുമല്ല, ഭയങ്കരമായിട്ട് ആ സാധനം ഇങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷെ അത് ഇതുപോലത്തെ ഫിറ്റ്നസ്സും അല്ലെങ്കിൽ ആൾക്കാരുടെ സോഷ്യലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതാണ്. ബട്ട് എന്തോ അതുപോലത്തെ പോസ്റ്റോ അല്ലെങ്കിൽ ആ സെയിം പോസ്റ്റ് തന്നെ കാണുന്ന സമയത്ത് നമുക്ക് ആ സാധനം മനസ്സിൽ കിടക്കും. ആൾക്കാർ മനുഷ്യനെ മനസ്സിലാക്കാണ്ടാണ് ഈ പറഞ്ഞു പോകുന്ന ഓരോ വാക്കുകൾ. അവർക്ക് വെറുതെ ഇരുന്ന് വീട്ടിൽ നിന്ന് മെസ്സേജ് ഇട്ടാൽ മതി, പക്ഷെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ശരീരം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെ, ഒപ്പം മനസ്സും വളരെ 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 ബിക്കോസ് ഞാനൊക്കെ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ പോയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് ഒരിക്കലും എന്നെ ഹാം ചെയ്യാം. അത് ആക്ച്വലി ജിമ്മും കോമ്പറ്റീഷനൊക്കെ ചെയ്യുമ്പം എനിക്ക് മനോവിഷമം വന്ന വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺ കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു സാധനമാണ്. പക്ഷെ അത് തിരിച്ച് നമുക്ക് അത് ചെയ്യണമെന്ന് പിന്നെ തോന്നിയില്ല. അതിൻ്റെ പേര് മെച്യൂരിറ്റി. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അതായത് നമുക്കൊരു ബോഡി ഉള്ളപ്പം, അത് നല്ലൊരു ബോഡി ഉള്ളപ്പം ആൾക്കാർ നമ്മളെ പ്രൈസ് ചെയ്യുന്നത് കാണുമ്പം അത് നമ്മൾ കാണിക്കുന്ന ഡിസിപ്ലിനാണ്. ദിസ് ഇസ് നോട്ട് എളുപ്പം. മതലബ് ബോഡി ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല. കറക്റ്റ് സമയത്തിന് ഭക്ഷണം, കറക്റ്റ് ഉറക്കം, ഇത്രയും മെസ്സിൻ്റെ ഇടയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസും ടൈമും കണ്ടെത്തുമ്പോൾ തന്നെ നമുക്ക് ആ മെച്യൂരിറ്റിയും ഡിസിപ്ലിനും വന്നു. അപ്പോൾ അത് തരുന്ന സെൽഫ് കോൺഫിഡൻസ് ഇസ് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ പിന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ്, ആൾക്കാർ ഇപ്പോൾ എൻ്റെ ജേർണി മനസ്സിലാക്കിയ ആൾക്കാരെ മെൻ്റലിയും ഫിസിക്കലിയും അവർക്ക് വേണ്ട ബോഡി ഗോൾസ്, അവർക്ക് ഉള്ള ഇൻസെക്യൂരിറ്റി മാറ്റാനും അവർക്കുള്ള ഡിപ്രഷൻ മാറ്റാനും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടികളുടെ ലൈഫ് എടുക്കുമ്പോൾ ഇവർ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുന്നതിൽ അതോടുകൂടി വീണ് പോകുന്ന വീണ് പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഈ പ്രണയിച്ച് നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്.
വിവാഹത്തിലേക്ക് ഒരു സ്വപ്നം കണ്ടൊക്കെ. വിവാഹം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം അതിനെ നോക്കി കാണേണ്ടത് ഒരു പെൺകുട്ടി ജീവിതത്തിലേക്കൊക്കെ കാണുമ്പോൾ? അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ഏത് നിമിഷവും ഒരു അലർട്ട് ആവുന്ന രീതിയിലേക്ക് പോകണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അലേർട്ടായി ജീവിക്കണം എന്നുള്ളൊരു ലൈഫ് ഉണ്ടെങ്കിൽ ആദ്യമേ ഇപ്പം അറേഞ്ച് മാരേജ് ഓർ ലവ് മാരേജ് എടുത്ത് ചാടി റിലേഷനിലോട്ട് എടുത്ത് പോകരുത്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ്. ഇപ്പം എൻ്റെ ജോബ് ഞാനിപ്പം ഫിറ്റ്നസ് ആയത് കാരണം ഫിറ്റ്നസ്സിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ഫിറ്റ്നസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ, ഇതായിരുന്നു എൻ്റെ കാറ്റഗറി. അത് കാറ്റഗറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളിപ്പം ഡോക്ടർ ആണെന്നിരിക്കട്ടെ, നൈറ്റ് ഷിഫ്റ്റ് വരും, ഡേ ഷിഫ്റ്റ് വരും, ചിലപ്പം വീട്ടിൽ പോലും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ ഷിഫ്റ്റൊക്കെ വരും. അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര, അതായത് നമ്മുടെ പാഷനെയും പ്രൊഫഷനെയും റെസ്ട്രിക്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തി വേണം. ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്, നടക്കത്തില്ല. ബിക്കോസ് ജീവിക്കാനുള്ള വേണമെങ്കിൽ രണ്ടുപേരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരാണ് മാത്രം ഒരു ലൈഫിനെ ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സിൽ ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ഫുൾ ലയബിലിറ്റി കൊടുക്കാൻ പാടില്ല. പെണ്ണും അത് ഈക്വലി ഷെയർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യണം. ചിലപ്പോൾ അവർ അത്ര ഏൺ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെക്കാളും ഏൺ ചെയ്യും. ഇക്വാലിറ്റി വേണം. ഞാൻ വലുത് നീ വലുത് ആ ഒരു സാധനം ഇല്ലാണ്ട് മ്യൂച്വലി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നമ്മുടെ പാഷൻ ആൻഡ് ഡ്രീംസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാത്ത ഒരാളായിരിക്കണം. അതായത് ഇപ്പോൾ പുറത്ത് പോകുന്ന സ്പേസിൽ നീ അവിടെ എന്തിനാണ്, അത് നമ്മളെ ഒത്തിരി ബാധിക്കും കേട്ടോ. നമ്മളെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരാളത്ത് സംസാരിക്കുമ്പം നീ എന്താ സംസാരിച്ചത്, അത് നമ്മളെ ഒത്തിരി ബാധിക്കും. അത് വേണമെങ്കിൽ ചിലപ്പോൾ കെട്ടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതൊക്കെ വരും. അത് പറഞ്ഞ് മനസ്സിലാക്കണം. മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം, നമ്മളൊരു പാർട്ട്ണർ ആയിരിക്കണം. അപ്പോൾ ആ ഒരു സ്പേസ് ഉള്ളൊരു വ്യക്തിനെ മനസ്സിലാക്കി തന്നെ കെട്ടുക. എടുത്തു ചാടി റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ നിൽക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രണയവും വിവാഹവും ചേരാത്തൊരു സാധനം. അതായത് നമ്മളെന്താണ് മറ്റേ സങ്കല്പത്തിൽ നിന്നിട്ടാണ് എപ്പോഴും ഇതിനെ കാണുന്നത്. റിയാലിറ്റിയിൽ ഇരിക്കുമ്പോൾ ഇതേ അല്ല, ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വൈരുദ്ധ്യം അതിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ? ട്രൂ. അതുപോലെ തന്നെ മറ്റേ എക്സ്റ്റേണൽ ഭംഗി നോക്കി വീണിട്ട് അവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തി, ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ മനസ്സിൽ നേരത്തെ ഞാൻ പറയുന്നുണ്ട്, പല ഇൻ്റർവ്യൂസിലും പറയും 6 ഫീറ്റ് 6 പാക്ക് വേണം എന്നൊക്കെ പറയും. അത് ഞാനൊരു സർക്കാസമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതല്ല ലൈഫ്. ലുക്ക് അല്ല ജീവിതം. നമ്മൾ ലുക്ക് നോക്കി ജീവിക്കാനും പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം അമഞ്ഞെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ അടിസ്ഥാനപരമായിട്ട് സ്വഭാവം അത് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ പതുക്കെ പുറത്ത് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഗിവ് സം ടൈം. ആൾക്കാരെ മ്യൂച്വലി മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് പിൻ പോയിന്റ് ചെയ്ത് പറയുക. ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ പാഷൻ. അതും പറഞ്ഞാൽ വലിയ ഡിമാൻഡ്സ് ഒന്നുമല്ല, ഈക്വലി മ്യൂച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഇവിടെയൊക്കെ കറങ്ങാൻ പോയി, എനിക്ക് ഇപ്പോഴും ഇനിയും പോകണം, അതുപോലെ ദാറ്റ് നോട്ട് എവ്രി വൺ ക്യാൻ ആക്സെപ്റ്റ്. അങ്ങനെ പോകുന്ന ലൈക്ക് അങ്ങനെ സമ്മതത്തിൻ്റെ ആവശ്യമല്ല, അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറും കാണും. ചിലപ്പോൾ ആ ട്രിപ്പിന് നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ഉണ്ടാവും. സോ ലൈഫ് ജേർണി വിൽ ബി ഡിഫറെൻറ്റ്. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടി നമുക്ക് ഫ്ലെക്സിബിൾ ആവാം. പക്ഷേ നമ്മുടെ ഡ്രീംസിനൊക്കെ ആവാൻ പാടില്ല ഒരു റിലേഷൻ. അത്രേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞ പോലെ ആങ്കറിങ് അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു സംഭവം ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബോഡി ബിൽഡിങ്ങിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ ചിന്ത അതിലേക്ക് പോയിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. അതല്ല നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ശ്രീയെ പറഞ്ഞാണ് ഈക്വാലിറ്റി വേണം എന്നുള്ളത്. അപ്പോൾ ഈക്വാലിറ്റി ആരോഗ്യത്തിലല്ല ഞാൻ ചോദിക്കുന്നേ, മനസ്സ് മാത്രമല്ല, അല്ലെങ്കിൽ പാർട്ണർ ഒപ്പം ജോലി ചെയ്യുന്ന മാത്രമല്ല, ആരോഗ്യകരമായ കാര്യത്തിൽ പോലും നമുക്ക് വെറുതെ സ്ത്രീയാണ് അത്രയും ആരോഗ്യം മതി എന്ന് പറയുന്ന നിലയ്ക്കല്ല. ഒപ്പം എന്ത് ഘടകമാണ് ശരിക്കും സ്ത്രീയെ ഇതിലേക്ക് തന്നെ എത്തിച്ചത്? വർക്കൗട്ട് എനിക്ക് കുഞ്ഞിലെ മുതലേ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും നോളജ് ഇല്ലായിരുന്നു. അപ്പോഴൊക്കെ ചെറിയ നോളജ് ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും വെച്ചാൽ ഞാൻ ആസ്മാറ്റിക് ആണ്. എനിക്ക് ബൈ ബർത്തിൽ ടെയിൽ ബോൺ കംപ്ലീറ്റ് അല്ല. അപ്പം എനിക്ക് ബോഡിയിൽ എപ്പോഴും ഒരു ബാക്ക് പെയിൻ റേഡിയേഷൻ എപ്പോഴും ഉണ്ട്. അപ്പം വെയിറ്റ് വെക്കാൻ പാടില്ല. അപ്പോഴൊക്കെ ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ സൈസ് വെക്കാനുള്ള ചാൻസസും ടെൻഡൻസിയും ലിറ്ററലി 1 മാസം വരെയൊക്കെ എനിക്ക് അനങ്ങാൻ പറ്റാണ്ട് കിടന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവണമെങ്കിൽ വർക്കൗട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാർഡിയോ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത്രയും നോളജ് ഇല്ലെങ്കിലും ആ ഒരു ജേർണി ഉണ്ടായിരുന്നു. പക്ഷേ ലൈഫ് ഫോൾ വന്നപ്പം എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിപ്രഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയത്. ദാറ്റ് ചേഞ്ച് മീ ആൻഡ് ബാക്കിയുള്ളവരുടെ ലൈഫും. അങ്ങനെ നേരത്തെ സംസാരിച്ചപ്പോൾ വേറൊരു കാര്യം സൂചിപ്പിച്ചാണ്, ഒരു സൂയിസൈഡിന്റെ വക്കിൽ വരെ പോയിട്ട് തിരിച്ചു വന്നു. സൂയിസൈഡ് വക്കിലല്ല, സൂയിസൈഡ് വരെ പോയി തിരിച്ചു വന്നതാന്ന് പറയാം.
ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പൊ നമ്മൾ വാർത്തകളിൽ കാണാറുള്ളതാണ് പ്രണയ നൈരാശ്യം, ആത്മഹത്യ. അത് അവർക്ക് നല്ലൊരു കൂട്ടില്ല എന്ന് പറയാം. മാർക്ക് കുറഞ്ഞപ്പോൾ ആത്മഹത്യ, ഹസ്ബൻഡ് പീഡിപ്പിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യണം. ഈ ആത്മഹത്യ ചെയ്ത ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇതെവിടെയാണ് ഇതിനെ പൊളിച്ച് പുറത്ത് കൊണ്ടുവരേണ്ടത്? ഇപ്പം നമ്മൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം എല്ലാവർക്കും ഡയബറ്റീസ് വരുന്നുണ്ട്, ഈ ഹാർട്ടിന് ഇഷ്യൂസ് വരുന്നുണ്ട്, കൊളസ്ട്രോൾ ഹൈ, അതുപോലെ ഡിപ്രഷനും ഒരു അസുഖമാണ്. അത് ആൾക്കാരെ റിയലൈസ് ചെയ്യുന്നില്ല. ഇപ്പം പ്രേമനൈരാശ്യം ഇതും അല്ലാണ്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല, അവർ വെറുതെ ഇരിക്കും, മാനസികമായിട്ട് തകരും. അങ്ങനെ സൂസൈഡ് ചെയ്യുന്ന ആൾക്കാരും ഭയങ്കര കൂടുതലാണ്. വർക്ക് സ്ട്രെസ് താങ്ങാൻ വയ്യാണ്ട്. എന്തുകൊണ്ടാണ്? അത് യു നീഡ് ടു നോ അബൌട്ട് യുവർ ബോഡി. അതായത് നമുക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ, എനിക്ക് നല്ലൊരു സുഹൃത്ത്, അപ്പം എല്ലാം സംസാരിക്കാൻ പറ്റുന്ന ഒറ്റൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ വിഷമങ്ങൾ സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ കഴിക്കാൻ പോകുന്നു, നമുക്ക് അവിടെ പോകാം, ഇവിടെ പോകാം, സിനിമയ്ക്ക് പോകുന്നു, അത് മാത്രമല്ല സൗഹൃദം. നമ്മുടെ വിഷമങ്ങൾ നമ്മളെ ജഡ്ജ് ചെയ്യാതെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ പറയുന്നതെല്ലാം കേൾക്കാനൊരാൾ മതി. എനിക്ക് അതിൽ നിന്ന് എന്താണ്, ഇതിനൊരു സൊല്യൂഷൻ വേണ്ട. സൊല്യൂഷൻ ഒരിക്കലും ശരിയല്ല, ബിക്കോസ് അത് അവരുടെ കാഴ്ചപ്പാടായിരിക്കും. അതായത് നമുക്കുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് കേൾക്കാൻ നല്ലൊരു സ്ട്രോങ് ഒരു ഫ്രണ്ട്, നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അപ്പം ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കുക, ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ ലോൺലിനെസ് എന്താണെന്ന് മനസ്സിലാക്കുക. വർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഗോ സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. മതിയായടെ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാധനം. അത് മതിയായെന്ന് പറയുമ്പോൾ നിർത്തിപ്പോടാ എന്ന് പറയുന്നതല്ല. അതായത് കുറച്ച് സമയം എടുക്കും. ഇത് ഇങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഇപ്പോഴാകുമ്പം നമുക്കൊരു 40,000 അല്ലെങ്കിൽ 50,000 സാലറി തരുന്ന ഒരു ജോബ് ആണെങ്കിൽ അത്രയ്ക്കുള്ള വർക്ക് സ്ട്രെസ് നമുക്ക് ഉണ്ടാവും. അത്രത്തോളം ലയബിലിറ്റീസ്, ചിലപ്പം 25,000 രൂപയുടെ EMI ആയിരിക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത മാസം എന്നുള്ള ചിന്ത എപ്പോഴും നമുക്ക് മനസ്സിൽ വേണം. ഇങ്ങനെ തന്നെയാണ് എല്ലാവരുടെ ലൈഫ്. എല്ലാവരുടെ ലൈഫ് പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ വലിയ വലിയ കമ്പനീസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ദേ ഗോട്ട് ലയബിലിറ്റീസ്. അവരുടെ വലിപ്പം കൂടുതലുള്ള എംപ്ലോയീസിനെ സ്ക്രൂ ചെയ്യും. എന്തിനാണ്? അവർക്ക് അവരുടെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കും EMI ഉണ്ട്, നമുക്കും ലയബിലിറ്റീസ് ഉണ്ട്. സോ അപ്പോൾ അത് ബാലൻസ്ഡ് ലൈഫാണ്. യു നീഡ് ടു ബാലൻസ് യുവർ ലൈഫ് ആൻഡ് നോ യുവർ തിങ്സ്. അതായത് ഇതാണ് ലൈഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സിമ്പിളാണ്, കുറച്ച് ടഫായിരിക്കും. ചില സമയത്ത് നമുക്ക് വേണ്ട എന്നൊക്കെ തോന്നും. ആ സമയത്ത് വേണമെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു കം ബാക്ക്. ഈ സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ വക്കിൽ പോയി, അപ്പൊ എപ്പോഴെങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ത് അബദ്ധമാണ് ഞാൻ കാണിച്ചത്? അത് ആ വക്കിൽ പോയവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ സംഭവത്തെ ഓവർകം ചെയ്യേണ്ടത്? ഒരിക്കലും പോകാൻ പാടില്ലാത്ത അവിടേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ അതിനെ ഒരിക്കലും ക്ലാരിഫൈ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അതിന് എപ്പോഴും ഞാൻ ചെയ്തതൊക്കെ ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങ് ആയി പോവും. അത് ആർക്കാണെങ്കിലും റിലേഷൻ ഡിപ്രഷനിലോട്ട് പോയി ഇങ്ങനെ താങ്ങാൻ പറ്റാണ്ടാകുമ്പോൾ അതിലൊക്കെ ആയിപ്പോവും. പക്ഷെ യു നീഡ് ടു നോ യുവർ പർപ്പസ് ഓഫ് ലൈഫ്. അപ്പം ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അമ്മ എന്നൊരു ഹോപ്പിൽ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ വാശി എന്നൊരു സാധനം ഉണ്ടായി. ജീവിച്ച് കാണിക്കണം എന്നല്ല, ജീവിക്കണം എന്നുള്ളൊരു വാശി. അപ്പം അതിൻ്റെ ഒരു ജേർണി വാസ് ഹാർഡ്. അത് എങ്ങനെ പോവും? ബിക്കോസ് ഞാനപ്പം ആങ്കറിങ്ങും ഡിഗ്രിയും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു ജോബിലോട്ട് പോകണോ, അല്ലെങ്കിൽ ആങ്കറിങ്ങിലോട്ട് പോകണോ, അല്ലെങ്കിൽ ആക്ടിങ്ങിലോട്ട് പോകണോ? അപ്പോൾ ബട്ട് എനിക്ക് മീഡിയ ഫീൽഡ് ഒരു ബ്രേക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. നോട്ട് മീഡിയ ഈസ് വെരി ഈസി. എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരിക്കില്ല. അപ്പം എന്താണെന്നുള്ള കാര്യം നോക്കാം. ആദ്യം എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റാക്കാം. പിന്നെ നോക്കിയപ്പം കോമ്പറ്റീഷൻ്റെ ഒരു ഭ്രാന്ത് വന്നു. പിന്നെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. അപ്പം ആൾക്കാരുടെ ട്രസ്റ്റും കാര്യങ്ങളും നോക്കിയപ്പം ഓക്കെ, ലെറ്റ് മീ ട്രൈ ദിസ് എന്ന് പറഞ്ഞ് ഫിറ്റ്നസ് ട്രൈ ചെയ്തു. പിന്നെ സിമ്പിളായിട്ട് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എക്സ്പെർട്ട് ആവണം എന്ന് വിചാരിച്ച് സർട്ടിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്തു. ദാറ്റ് ഷോഡ് മൈ പാത്ത്. അപ്പം എനിക്കിപ്പം മീഡിയയിലോട്ട് തിരിച്ച് പോകണമെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് പോകാം. എൻ്റെ പാഷൻ. അതിനിടയിൽ തന്നെ ഞാൻ സിനിമ അഭിനയിച്ചു, ഒരു സ്റ്റണ്ട് സീക്വൻസ്. അപ്പം ഇപ്പം എൻ്റെ ബോഡിക്ക് പറ്റുന്ന പോലത്തെ ക്യാരക്ടേഴ്സിൻ്റെ റെഫറൻസസ് കിട്ടുന്നുണ്ട്. അത് സ്റ്റിൽ ഐ വിൽ കണ്ടിന്യൂ. ബട്ട് ഒരിക്കലും ഫിറ്റ്നസ് എന്നുള്ളൊരു എൻ്റെ ഒരു ഫോക്കസ് ആൻഡ് പാത്ത് അതൊരിക്കലും വിടത്തില്ല. നോട്ട് ബിക്കോസ് ദിസ് ഈസ് എ ബൂമിങ് ഇൻഡസ്ട്രി. ഒബ്വിയസ്ലി ഫിറ്റ്നസ് ഇസ് നെക്സ്റ്റ് ലെവൽ ഇൻഡസ്ട്രി. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് അതിൽ എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഫിറ്റ്നസ്. ബിക്കോസ് ആൾക്കാരൊക്കെ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ, ആൾക്കാർ ഇതിൽ എക്സ്പെർട്ടൈസ് ആയി വരുന്നേ ഉള്ളൂ. ലിറ്റിൽ നോളജ് അല്ലാണ്ട് സർട്ടിഫിക്കേഷൻ അപ്ഗ്രേഡിംഗ് ഒക്കെ നമ്മൾ ഒരുവിധം ടോപ്പ് എൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കാശ് തന്ന് ഹയർ ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു, ഇപ്പൊ ഞാൻ എവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു വ്യക്തിയിൽ വരുത്തിയൊരു മാറ്റം എത്രത്തോളം ഉണ്ട് ശരിക്കും? മാനസികമായിട്ട് വരുത്തിയൊരു മാറ്റം, കോൺഫിഡൻസ് മാറ്റം ഇസ് നെക്സ്റ്റ് ലെവൽ. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുമ്പോൾ സ്കൂട്ടറാണ്.
അതിൻ്റെ EMI പോലും മുടങ്ങിയ സമയങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രയാ 2300 രൂപ എന്തോ ആയിരുന്നു EMI. അത് മുടങ്ങിയിട്ട് ബിക്കോസ് അപ്പം ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം, പുറകെ നടന്ന് ചോദിക്കണം, സാർ എപ്പോൾ ചെക്ക് ഇതാവും, ഡേറ്റ് ഇടും, എന്നത്തെ ഡേറ്റ് ഇടും, അങ്ങനെ ചോദിച്ച് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം എൻ്റെ കാറിൻ്റെ EMI മാത്രം കൊണ്ട് 28,000 രൂപ. പക്ഷേ അത് ഈസി ആയിട്ട് അടഞ്ഞു പോകുന്നുണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് എൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 റിക്വയർമെൻറ്റ്, അതല്ല, എൻ്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ എൻ്റെ ഓപ്പണിങ്സ് അല്ലെങ്കിൽ എൻ്റെ എന്താണ് ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നുണ്ട്. ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചേഞ്ചസ്, കോൺഫിഡൻസ് ഉണ്ട്, സെൽഫ് കോൺഫിഡൻസ് തൊട്ടെല്ലാം അയ്യോ അടുത്ത മാസം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു വീഴ്ച എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫിറ്റ്നസ് ഓൾവേസ് ലൈക്ക് എൻ്റെ ജേർണിയിൽ ഞാൻ ഫോക്കസ് ചെയ്ത പാത്തിന് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഫീൽ സോ കോൺഫിഡൻറ്റ്. എൻ്റെ ബേസിക് മാറ്റം എന്ന് പറയുന്നത് കോൺഫിഡൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു സ്ത്രീകൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന രീതി, ഇപ്പം വർക്കൗട്ട് ചെയ്ത് ഒരു ബോഡി ബിൽഡിങ് ഇനി അങ്ങനെ ആവണോ, അതല്ലാതെ വർക്കൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം എൻ്റെ ജിമ്മിന്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ആൽഫ ജിം കോൺസെപ്റ്റ് ബൈ ശ്രീ അയ്യർ. ആൽഫ എന്ന് പറയുമ്പോൾ സിംഗിൾ ആൻഡ് സ്ട്രോങ് എന്നാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം ആൽഫ ഉൾഫിൻ്റെ ഒരു ഫേസ് ആണ് എൻ്റെ ലോഗോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഉൾഫ് എന്ന് വെച്ചാൽ സിംഗിൾ ആൻഡ് സ്ട്രോങ്, അതാണ് അതിനെ എയിം ചെയ്യുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് ബൈ ശ്രീ അയ്യർ, എല്ലാവരും ചോദിക്കും എന്താണ് കോൺസെപ്റ്റ് എന്ന്. ബോഡി ബിൽഡിംഗ് അല്ല കോൺസെപ്റ്റ്. ബോഡി ബിൽഡിംഗ് ഈസ് ലൈക്ക് എനിക്കൊരു നെക്സ്റ്റ് ലെവൽ അഡിക്ഷൻ എന്നുള്ള രീതിയിൽ, അത് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ട്രെയിനർ ആവുന്നു അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ അത്ലറ്റ് ആവുന്നു, അങ്ങനത്തെ ഒരു എയിം ചെയ്യലാണ് ഞാൻ ബോഡി ബിൽഡ്. ഒരു സാധാരണക്കാരെ എടുത്ത് നോക്കുമ്പം ഫിറ്റ്നസ്സിനെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ബിക്കോസ് ലിവ് ഫ്രീ. ആൾക്കാർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ചേട്ടന് കുറേ നേരം നിൽക്കുന്ന ജോബായിരിക്കും അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കുന്ന ജോബാണ്. അപ്പം നിങ്ങൾക്ക് വരുന്ന ലിമിറ്റേഷൻ എന്തായിരിക്കും? ബാക്ക് പെയിന്, കാലുവേദന, ചിലപ്പോൾ വൺ സൈഡ് കിടന്ന് ഉറങ്ങുന്നവരായിരിക്കും. അപ്പം ഇവരെ ഡെയിലി ആക്ടിവിറ്റീസിലോട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ ബോഡി ലിമിറ്റേഷൻസ് മാറ്റുക. നമുക്ക് എത്രത്തോളം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്കൗട്ട്. അത് ആൾക്കാരിൽ എത്തിക്കുക, അതിൽ അവർക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ ഫിക്സ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് കോമൺ ആൾക്കാരെ ഡെയിലി ബേസിസിൽ ചെയ്യിപ്പിക്കുക, ആ കോൺസെപ്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ജിം ഇസ് എ ഫെസിലിറ്റി, ആൾക്കാരെ വന്ന് ചെയ്യാനുള്ള ഫെസിലിറ്റി. ഒന്നുമില്ലെങ്കിൽ വീട്ടിലെങ്കിലും ഇരുന്ന് ചെയ്യിപ്പിക്കാനുള്ള മോട്ടിവേഷൻ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ വർക്കൗട്ടിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഓരോരുത്തർ ഇതുപോലെ ജിം ട്രെയിനേഴ്സ് ഓരോരുത്തർ പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ പല രീതിയായിരിക്കും. എക്സാമ്പിൾ ഏതെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ പോലും മാറിയൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ഇതിൽ ഏത് പഠിപ്പിക്കുന്നതാണ് കറക്റ്റ്, ഇതിൽ ഏതാണ് നമുക്ക് പണി കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. അത് ഈ പറയുന്ന എന്തെങ്കിലും പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന സംഭവം അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. തെറ്റായിട്ട് ചെയ്താലുണ്ടാവുന്ന ഭീകര പ്രശ്നമാണ്. അതിനെക്കുറിച്ച് എന്താ? അതാണ് ലിറ്റിൽ നോളജ് ഇസ് ഡേഞ്ചറസ് എന്ന് ആദ്യമേ പറഞ്ഞു. സർട്ടിഫൈഡ് ഒരു ട്രെയിനർ ആണോ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു എന്നുള്ള കാര്യം നോക്കുക. എന്നാൽ പോലും നോട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കറക്റ്റ് നോളജ് അല്ല ഷെയർ ചെയ്യുന്നത്. അത് ഇപ്പം എയ്സ്, ഇപ്പം അമേരിക്കൻ കൗൺസിൽ അല്ലെങ്കിൽ പുറത്ത് പോയി ജോബിന് പ്രിഫർ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സസ്, ഇവിടെ കുറേ ഫേക്ക് സർട്ടിഫിക്കേഷൻസ്, ലോക്കൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം കറക്റ്റ് സർട്ടിഫിക്കേഷൻസ് പുറത്ത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ട്രെയിനർ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്ത ട്രെയിനേഴ്സിന് താഴെയുള്ള ഗൈഡൻസ് നോക്കുക. പിന്നെ ഈ പറയുന്ന യൂട്യൂബും ഇൻസ്റ്റാഗ്രാം നോളജും കുറച്ചിട്ട് ഒരു നല്ലൊരു ഫെസിലിറ്റിയിലോട്ട് വാക്ക് ഇൻ ചെയ്തിട്ട് അവർ സർട്ടിഫൈഡ് ട്രെയിനർ ആണോ നോക്കുക. അവർക്കൊരു എല്ലാ ജിമ്മിലും ബേസിക് ആയിട്ട് ഒരു 3 days ഫ്രീ ട്രയൽ എന്നുള്ളത് കമ്പൽസറി, ആസ് പെർ റൂൾ കമ്പൽസറി ആണ്. അപ്പം ഒന്ന് പോയി നോക്കുക അവരുടെ ട്രെയിനിങ് കറക്റ്റ് ആണോ എന്ന്. അവരുടെ ഗൈഡൻസിൽ കുറച്ച് ദിവസമെങ്കിലും ചെയ്തതിന് ശേഷം മാത്രം തനിയെ ട്രെയിൻ ചെയ്യുക. നമ്മൾ ഇത്രയും വർഷങ്ങൾ, ഞാനൊക്കെ 2.5 വർഷം ഇൻവെസ്റ്റ് ചെയ്തു ഫോർ സർട്ടിഫിക്കേഷൻ. ഒരു മാസം വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് വർക്കൗട്ട് അറിയാം, നമ്മൾ മറന്നു പോകും ഏതാ കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ എല്ലാം പഠിപ്പിച്ചു തരേണ്ടാവും, സമയം ഉണ്ടാവും. കുറച്ച് ദിവസമെങ്കിലും അവരുടെ ട്രെയിനിങ്ങിൻ്റെ താഴെ അല്ലെങ്കിൽ അവർക്ക് ചോദിച്ച് മനസ്സിലാക്കി. ചിലപ്പോൾ എല്ലാവർക്കും ആ ഫിനാൻഷ്യലി എത്തിച്ചേരാൻ പറ്റത്തില്ലായിരിക്കും, ബിക്കോസ് അത്രത്തോളം ചാർജസും ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അവരുടെ ഗൈഡൻസിൽ കറക്ഷൻസ് മാത്രം നോക്കുക, പഠിക്കുക, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ വർക്കൗട്ടൊക്കെ തുടങ്ങിയ ഒരു ജിം ട്രെയിനറൊക്കെ ആയതിനു ശേഷം ഈ പറയുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ട്, മനസ്സ് നല്ല കരുത്തായോ? നേരത്തെ പറഞ്ഞ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. ഒരു ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടുകളോ മനസ്സൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഏത് ഘട്ടത്തെയും നമ്മൾ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാപ്തി മനസ്സിനും ഒക്കെ ഉണ്ടാക്കിയെടുത്തു. അത് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ആ ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിഷമങ്ങൾ, അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ടാവും. ആ സമയത്തും ഞാൻ വീണ് പോയിട്ടുണ്ട്,
അതിൽ നിന്ന് തന്നെ വിത്തിൻ എ വീക്ക് തന്നെ ഞാൻ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ദാറ്റ് ഈസ് ഡിഫോൾട്ട്, എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. ഒരു കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ലൈഫ് എന്നല്ലല്ലോ, ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷേ ഈ നോട്ട് ജിം ഇട്ടത് കൊണ്ടല്ല, ജിമ്മല്ല, അല്ലാണ്ട് തന്നെ ഈ വർക്കൗട്ട് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമ്മളൊരു വർക്കൗട്ട് ജിമ്മിൽ തന്നെ വരണമെന്നില്ല, വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു, വിഷമമുള്ള സമയത്ത് നമുക്ക് ഭയങ്കര പാടായിരിക്കും. പക്ഷേ റൈസപ്പ്, എണീക്കുക, നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് ഇടുക, ഒന്ന് നടക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന മാറ്റം, അത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും, ഓക്സിറ്റോക്സിൻ റിലീസ് ആവും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് വിൽ ഹെൽപ്സ് യു, ദാറ്റ് വിൽ ഫിക്സ് യുവർ മൈൻഡ്. അല്ലാണ്ട് വീട്ടിലിരുന്ന് ആണുങ്ങളാണെങ്കിൽ സിഗരറ്റും വലിച്ച് കള്ളും കുടിച്ച് അതല്ല നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ്. നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സമയവും ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഈ ഒരു ഇതുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, ഇന്നുള്ള ഭർത്താക്കന്മാരോട്, ഹസ്ബൻഡ്സിനോട് എന്ത് ഉപദേശം കൊടുക്കാനുണ്ട് സ്ത്രീക്ക്? ഉപദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ല, ബട്ട് എന്തോ പണ്ടത്തെ കാലത്ത് ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ ഞാനങ്ങനെ എല്ലാവരെയും മോശമൊന്നുമല്ല, ആണും പെണ്ണും എല്ലാവരെയും കൂടെ ചേർത്തില്ല, ഭർത്താക്കന്മാരെന്നല്ല, ജനറലൈസ് ചെയ്ത് പറയാണ്. പണ്ടത്തെ കാലത്തൊക്കെ എനിക്ക് നീ നിനക്ക് ഞാൻ, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. അപ്പോഴും എന്താണ് എക്സ്ട്രാ റിലേഷൻഷിപ്സ് ഒക്കെ വെരി റയർ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എവറിത്തിങ് ഓൺ യുവർ ഫിംഗർ ടിപ്സ്, നിങ്ങൾക്ക് എളുപ്പമാണ് ടു ആക്സസ് പീപ്പിൾ, ടു ആക്സസ് തിങ്സ്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആയെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ. അതായത് ആ ഏജൻ്റ് ആയിട്ടുള്ള കള്ളത്തരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെയും പറ്റിക്കാണ്ട് നിങ്ങൾ ലൈഫിൽ അടിച്ചു പൊളിക്കാനുള്ളതൊക്കെ പൊളിച്ചിട്ട് പിന്നെ സെറ്റിൽമെൻ്റ് എന്നുള്ള കാര്യം ആലോചിക്കാവുള്ളൂ. അതായത് നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു പെൺകുട്ടി, നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരാണ്, രണ്ടുപേരും ഈക്വലാണ്. അവരെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊരു പാർട്ട്ണർ വെച്ചിട്ട് പിന്നെ അവരെ പറ്റിക്കാനോ പിന്നെ ലൈഫിൽ എന്ന് വന്നാലും അവൾ പോവില്ല, ആ ഒരു ഈസി ഗോയിങ് മൈൻഡ് ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ചാൻസസ് ഓഫ് ഡിവോഴ്സ് കൂടി വരുന്നത്. പണ്ടൊക്കെ പിരിയൽ എന്നുള്ള കാര്യം കുറവായിരുന്നു, ഇപ്പോൾ പിരിയൽ എന്നുള്ള കാര്യം കൂടുതലാണ്. ആത്മാർത്ഥമായിട്ട് 8 വർഷം സ്നേഹിച്ചിട്ടുണ്ടാവും, നമ്മുടെ സ്വന്തം ആയതിനു ശേഷം നമ്മൾ ഈസി ആയിട്ട് എടുക്കും. കൊച്ചായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാവും, എന്ത് വന്നാലും ഇവിടെ തന്നെ കാണും. നമ്മൾ ആ കെയറിങ്ങും സ്നേഹിക്കാൻ പഠിക്കുക. എന്നാൽ നിങ്ങളെ വിശ്വസിച്ച് വന്ന പാർട്ട്ണറാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ട്രൈ ടു ബി വിത്ത് ദം ഓൾവേസ്. ചീറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്.